പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിന്റെ മരണം കൊലപാതകം. വിവാഹിതയായ യുവതിയുമായി സന്ദീപിനുണ്ടായ അടുപ്പമാണ് കൊലപാതകത്തിന് കാരണം. സന്ദീപിന്റെ മരണം മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മരണം കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് ഇത് കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. ഈ മരണം നടന്നപ്പോൾ തന്നെ പോലീസ് ഇത് കൊലപാതകം സംശയിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഈ വിവാഹിതയായ യുവതിയുടെ ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. അതായത് ചിറ്റാറിലെ കൊലപാതക കേസിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് പ്രതികളായിട്ടുണ്ട്. അട്ടത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടിയും സുഹൃത്ത് ഗോപി എന്നിവരാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതികളായി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇവരെ ആദ്യം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവരും സ്ഥലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയാണ്. ഈ സംഭവം ഇങ്ങനെയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് വിവാഹിതനായ ഈ യുവാവായ സന്ദീപിനെ കൊല്ലപ്പെട്ട നിലയിൽ വീടിന്റെ സമീപം കണ്ടെത്തുന്നത്. ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ പ്രദേശത്തു നിന്ന് ചില ആളുകൾ ഓടിപ്പോയായിട്ട് സംശയമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത് കൊലപാതകം എന്ന് സംശയിച്ചത്. ഈ ബോധരഹിതനായി കണ്ടെത്തിയ സന്ദീപിനെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ശരി. ചിറ്റാറിലെ സന്ദീപിന്റെ മരണം ഇപ്പോൾ കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുകയാണ്. 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുജു ടി ബാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.